Hello my students. From the last class we discussed about different types of bacterial diseases. Is it? Yes. Rat fever എന്താണ് അതിൻ്റെ സിംറ്റംസ്, പാത്തോജനിക്, മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായത്. Here today we are going to discuss about the another types of the bacterial diseases, and the second type of disease is diphtheria. So what do you mean by diphtheria? തൊണ്ടമുള്ള ആ പറയുന്ന ഡിസീസസ് ആണ് ഡിഫ്തീരിയ. ഓക്കെ, ഡിഫ്തീരിയ സ്പ്രെഡ് ത്രൂ കഫ്, സ്നീസിങ് or direct from the infected person to another person. So what is the transmission of this disease? Yes, it transmits through cough, sneezing or direct from the infected person to another person. ഓക്കെ, നമ്മുടെ കൊറോണ വൈറസ് പോലെ തന്നെ കൊറോണ വൈറസ് എങ്ങനെയൊക്കെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? യെസ്, കഫ് ഓർ സ്നീസിങ് ഓർ ബൈ കോണ്ടാക്ട് എക്സെട്ര. സോ അതുപോലെ തന്നെ ഡിഫ്തീരിയ എന്ന് പറയുന്ന ബാക്ടീരിയ, ഡിഫ്തീരിയ ഈസ് നോട്ട് ആൻ വൈറസ്, ഇറ്റ് ഈസ് ആൻ ബാക്ടീരിയ. ഓക്കെ, സോ ഡിഫ്തീരിയ എന്ന് പറയുന്ന ഡിസീസ് ബാക്ടീരിയ കോസിങ് ഡിസീസാണ്. ഓക്കെ, സോ ദ ഡിഫ്തീരിയ സ്പ്രെഡ് ചെയ്യുന്നത് ത്രൂ കഫ്, സ്നീസിങ് or indirectly from the infected person to the another person. Okay, and diphtheria affect the mucous membrane of the nose and throat. So the disease may affect the throat. നമ്മുടെ ത്രോട്ടിലാണ് ഇത് മെയിനായിട്ട് എഫക്റ്റ് ചെയ്യുന്നത്. ആൻഡ് മ്യൂക്കസ് മെംബ്രെയിൻ, നമ്മുടെ നോസിലും ത്രോട്ടിലുള്ള മ്യൂക്കസ് മെംബ്രെയിനിലാണ് ഡിഫ്തീരിയൽ ഡിസീസ് എഫക്റ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ആൻഡ് ഹിയർ ദ പാത്തോജൻ ഈസ് Corynebacterium diphtheriae. Pathogen is Corynebacterium diphtheriae. ഇതാണ് ഇവിടുത്തെ പാത്തോജൻ എന്ന് പറയുന്നത്. കൊറിനിബാക്ടീരിയം ഡിഫ്തീരിയ ആണ്. ആൻഡ് റാറ്റ് ഫീവറിലെ പാത്തോജൻ ആരായിരുന്നു? യെസ്, ലെപ്റ്റോസ്പൈറ. ബട്ട് ഡിഫ്തീരിയയിലെ പാത്തോജൻ എന്ന് പറയുന്നത് കൊറിനിബാക്ടീരിയം ഡിഫ്തീരിയ ആണ്. ആൻഡ് ഇറ്റ് എഫക്റ്റ് ദി മ്യൂക്കസ് മെംബ്രെയിൻ ഓഫ് ദി നോസ് ആൻഡ് ത്രോട്ട്. ഓക്കെ, toxins produced by the bacteria cause fever, throat pain and inflammation in the lymph gland of the throat. So here the bacteria are produce some toxins and it cause fever, throat pain, inflammation in the lymph gland of the throat. So if the toxins produce ചെയ്യുമ്പോൾ നമുക്ക് ഫീവർ ഉണ്ടായിരിക്കും, അതുപോലെ നമ്മുടെ ത്രോട്ട് പെയിൻ ഉണ്ടായിരിക്കും, ആൻഡ് ലിംഫ് ഗ്ലാൻഡിൽ ഇൻഫ്ലമേഷൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, സെൽസ് ഇൻ ദ മ്യൂക്കസ് മെംബ്രെയിൻ വിച്ച് ആർ ഡിസ്ട്രോയിഡ് ബൈ ദ ടോക്സിൻസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് ആഷ് കളേർഡ് തിക്ക് കോട്ടിംഗ് ഇൻ ദ ത്രോട്ട് വിത്തിൻ 2 or 3 days. ദാറ്റ് മീൻസ് നമ്മുടെ ആ ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ ടോക്സിൻസ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ സെൽസിനെ ഡിസ്ട്രോയ് ചെയ്തിട്ട് അവിടെ ഒരു ആഷ് കളേർഡ് ആയിട്ടുള്ള തിക്ക് കോട്ടിങ് നമ്മുടെ ത്രോട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് വിത്തിൻ 2 or 3 days. സോ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിൻസ് എന്താണ്? ഒരു ആഷ് കളേർഡ് ആയിട്ടുള്ള ഒരു തിക്ക് കോട്ടിങ് നമ്മുടെ ത്രോട്ടിൽ 2 or 3 days ഉള്ളിൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? യെസ്, ഒരു തിക്ക് കോട്ടിങ് ആഷ് കളേർഡ് ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇറ്റ് ഗ്രാജുവലി ബ്രെയിൻ, ഹേർട്ട് ആൻഡ് കിഡ്നീസ് ആർ അഫക്റ്റഡ്. സോ നമ്മുടെ നോസിലും ത്രോട്ടിലും മാത്രം നിൽക്കാതെ ഈ ഡിസീസ് സിവിയർ കണ്ടീഷൻസ് ആകുമ്പോൾ ഇറ്റ് എഫക്റ്റ് ദി kidney, brain and heart etc. Okay, and antitoxins which act against the toxins are used to protect the uninfected cells. So here we can protect the uninfected cells with the help of antitoxins. Okay, but if the disease becomes severe, the patient cannot be recovered through medication. So here, yes, ഈ ഒരു ഡിസീസ് നമ്മുടെ
അത്രയും സിവിയർ കണ്ടീഷൻ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ത്രൂ മെഡിക്കേഷൻ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈസിലി നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റില്ല. സോ അത്രയും സിവിയർ ആയിട്ടുണ്ടെങ്കിൽ അയാളുടെ കേസ് എന്തായിട്ടുണ്ടാകും, അത്രയും എന്താ പറയുക ലാസ്റ്റ് സ്റ്റേജ് എത്തിയെന്ന് പറയാം. അപ്പോൾ സോ ഏറ്റവും ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ എന്തെങ്കിലും സിംറ്റംസ് ഒക്കെ കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഇതിനുള്ള മെഡിക്കേഷൻ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വാക്സിനേഷൻ ഈസ് ദ ബെസ്റ്റ് പ്രിവെൻറ്റീവ് മെത്തേഡ്. സോ ഡിഫ്തീരിയൽ ഡിസീസ് സംഭവിച്ച ഒരാൾക്ക് വാക്സിനേഷനാണ് ഒരു ബെസ്റ്റ് പ്രിവെൻറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള first type of bacterial disease rat fever, and the second type is the diphtheria, and here the pathogen are Corynebacterium diphtheriae, and ഇതിൻ്റെ സ്പ്രെഡ് എങ്ങനെയൊക്കെയാണ്, സിംറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ജസ്റ്റ് പോയിൻ്റ് ഔട്ട് ചെയ്യാം. ഓക്കെ, ആൻഡ് ദ തേർഡ് ടൈപ്പ് ഓഫ് ഡിസീസ് ഈസ് ട്യൂബർക്ലോസിസ്. Tuberculosis was a dreadful disease earlier. It's from the earlier periodലൊക്കെ ട്യൂബർക്ലോസിസ്, അതായത് ക്ഷയരോഗം എന്ന് വെച്ചാൽ ഭയങ്കര എന്താ പറയുക ഡ്രെഡ്ഫുൾ ആയിട്ടുള്ള ഡിസീസ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനായിട്ടുള്ള വാക്സിനേഷനും ട്രീറ്റ്മെൻറ്റ് ഒക്കെ ഉണ്ടായതുകൊണ്ട് അത്ര തന്നെ ഡ്രെഡ്ഫുൾ ഡിസീസസ് അല്ല. ഓക്കെ, and here we can see a table about tuberculosis disease. The first one here, the pathogen of the tuberculosis disease is Mycobacterium tuberculosis. Okay, so here the pathogen of the tuberculosis disease is Mycobacterium tuberculosis, and the major symptoms are loss of body weight, fatigue and persistent cough. സോ നമുക്ക് ട്യൂബർക്ലോസിസ് സംഭവിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ മെയിൻ സിംറ്റംസ് എന്ന് വെച്ചാൽ നമ്മുടെ ബോഡി വെയ്റ്റ് ലോസ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും ഫാറ്റിഗ് മീൻസ് ക്ഷീണം അനുഭവപ്പെടും, ആൻഡ് പെർസിസ്റ്റൻറ്റ് കഫ് എല്ലായ്പ്പോഴും നമുക്ക് എന്തുണ്ടായിരിക്കും, ചുമ ഉണ്ടായിരിക്കും. സോ ഹിയർ ദ major symptoms of tuberculosis disease. And the next one is transmission of disease. It transmits when the patient speak, cough or sneeze. The pathogens spread into the air and thereby to others. സോ ഇതിൻ്റെ മേജർ എങ്ങനെയാണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നത്, ഡിഫ്തീരിയ പറഞ്ഞ പോലെ തന്നെ ഇതും സ്പ്രെഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഈ ഒരു പേഷ്യൻ്റ് ഇത് എഫക്റ്റ് ചെയ്ത പേഷ്യൻ്റ് സ്പീക്ക് ചെയ്യുക സംസാരിക്കുമ്പോഴോ ഓർ കഫിങ് സ്നീസിങ് വഴിയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പാത്തോജൻസ് എയറിൽ സ്പ്രെഡായിട്ട് വേറെയുള്ള പേഴ്സണിലോട്ട് ഈ ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, and organs or body parts affected. Yes, tuberculosis main ആയിട്ട് എവിടെയാണ് എഫക്റ്റ് ചെയ്യുന്നത്? Yes, of course it affects the lungs, but kidneys, bones, joint, brain, etc. are also affected by this disease. So നമുക്ക് ഈ ഡിസീസ് സിവിയർ ആയിട്ട് എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ yes, of course it's affect kidneys, brain, bones, joints, etc. Okay, and the treatment is by administrating antibiotics. ആൻറ്റിബയോട്ടിക്സ് എടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദ വാക്സിൻ ഈസ് BCG ഈസ് യൂസ്ഡ് ആസ് ആൻ പ്രിവെൻറ്റീവ് വാക്സിൻ എഗെയിൻസ്റ്റ് ട്യൂബർക്ലോസിസ്. നമുക്ക് BCG വാക്സിനൊക്കെ എടുത്തിട്ടുണ്ടായിരിക്കും ചെറിയ കുട്ടികളായിരുന്ന ടൈമിൽ. BCG വാക്സിൻ്റെ ഫുൾ ഫോം ബാസിലസ് കാൽമെറ്റെ ഗുവരിൻ എന്നാണ്. അത് നിങ്ങൾ ഹയർ ക്ലാസ്സസിൽ പഠിക്കും അതെന്തൊക്കെയാണെന്നുള്ളത്. സോ ഇതിൻ്റെ വാക്സിൻ എന്ന് പറയുന്ന BCG വാക്സിനാണ് നമ്മളിതിന് പ്രിവെൻറ്റീവ് മെഷേഴ്സായിട്ട് ട്യൂബർക്ലോസിസ് ഡിസീസിന് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പേജ് നമ്പർ 61 ട്യൂബർക്ലോസിസ് ഡിസീസിൻ്റെ ഒരു ടേബിൾ കാണാം. ഇതുപോലെ എന്ത് ചെയ്യുക, ആ നോട്ട് ബുക്കിൽ ബാക്ടീരിയൽ ഡിസീസ് എന്നൊരു മെയിൻ ഹെഡിങ് എഴുതിയിട്ട് റാറ്റ് ഫീവർ ഓർ ലെപ്റ്റോസ്പൈറോസിസിന് ഇതുപോലെ വാട്ട് ആർ ദ പാത്തോജൻ, വാട്ട് ആർ ദി മേജർ സിംറ്റംസ്, ട്രാൻസ്മിഷൻ ഓഫ് ഡിസീസ്, ഓർഗൻ ഓർ ബോഡി പാർട്സ് എഫക്റ്റഡ്, ട്രീറ്റ്മെൻറ്റ് ആൻഡ് വാക്സിൻ. ഇതെന്ത് ചെയ്യുക, റാറ്റ് ഫീവറിനും ഡിഫ്തീരിയക്കും ട്യൂബർക്ലോസിസിനും എഴുതുക. ഈ ടേബിൾ ഇതുപോലെ എന്ത് ചെയ്യുക, ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് എഴുതുക. ഓക്കെ, അതിലെന്ത് ചെയ്യണം, അതൊക്കെ ഏതൊക്കെയാണ് പാത്തോജൻ, എങ്ങനെയൊക്കെയാണ് സിംറ്റം ആൻഡ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്തിട്ട് നെക്സ്റ്റ് കോളത്തിലും എഴുതുക.
Okay, and here collect additional information on other bacterial disease and their mode of transmission. ഇവിടെ വേറൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ളത് നമുക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ആവശ്യം വരുമ്പോഴാണ്. സോ അത് ഞാനിവിടെ ബോട്ടിൽ എഴുതാം. അനദർ ടൈപ്സ് ഓഫ് ബാക്ടീരിയൽ ഡിസീസും ആൻഡ് ദെയർ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. ഓക്കെ, ബാക്ടീരിയൽ ഡിസീസസും ആൻഡ് their mode of transmission. Okay, first one is cholera or typhoid. കോളറ ഓർ ടൈഫോയിഡ് എന്ന് പറയുന്നത് എ ടൈപ്പ് ഓഫ് ബാക്ടീരിയൽ ഡിസീസസ് ആണ്. ആൻഡ് ഇറ്റ് ട്രാൻസ്മിറ്റ് ത്രൂ വാട്ടർ, ത്രൂ കണ്ടാമിനേറ്റഡ് വാട്ടർ. ഓക്കെ, ത്രൂ contaminated water. So cholera or typhoid is an bacterial disease. The mode of transmission of this disease is through contaminated water. And the next one is botulism. Botulism is an bacterial disease that's spread through stale food. What do you mean by stale food? പഴകിയ ഫുഡിലൂടെ വരുന്ന ഒരു ടൈപ്പ് ഓഫ് ബാക്ടീരിയൽ ഡിസീസാണ് ബോട്ടുലിസം. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ടെറ്റനസ്. ടെറ്റനസ് ത്രൂ വൂൺസ്. വൂൺസ് എന്ന് വെച്ചാൽ എന്താണ്? യെസ്, മുറിവുകളിലൂടെ വരുന്ന ഒരു ബാക്ടീരിയൽ ഡിസീസാണ് ടെറ്റനസ്. ഓക്കെ, ആൻഡ് the next one is gonorrhea or syphilis. It transmitted through sexual contact. So gonorrhea or syphilis is an bacterial disease and the mode of transmission is through sexual contact. And the last one is anthrax. Anthrax through contact with animal. Okay, so here are the other types of the bacterial diseases and their mode of transmission. Okay, the first one is cholera or typhoid. It transmitted through contaminated water. And the second one is botulism. The mode of transmission is through stale food. And the third one is tetanus. The mode of transmission is through wounds. And the fourth one is gonorrhea or syphilis. It transmits through the sexual contact. And the last one is anthrax. And here the mode of transmission is contact with animal. So ഇതാണ് അഡീഷണൽ ആയിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ വേറെ ബാക്ടീരിയൽ ഡിസീസ് പറയുന്നത്. സോ ഇത് ജസ്റ്റ് നോട്ടിലോട്ട് ഒന്ന് എഴുതിയെടുത്താൽ മതി. മെയിനായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ള 3 types of bacterial diseases ആയിട്ടുള്ള റാറ്റ് ഫീവർ ഓർ ലെപ്റ്റോസ്പൈറോസിസ്, ഡിഫ്തീരിയ ആൻഡ് ട്യൂബർക്ലോസിസ് ആണ്. ഇത് മെയിനായിട്ട് പഠിക്കുക. ആൻഡ് ഹിയർ പാത്തോജൻസ്, മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, സ്പ്രെഡ് ഓഫ് ഡിസീസ്, ട്രീറ്റ്മെൻറ്റ്, വാക്സിനേഷൻ എക്സെട്ര. സോ അത് മെയിനായിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ ഇത് നോട്ട്സിലോട്ട് അഡീഷണൽ പോയിൻ്റ് എന്ന രീതിയിൽ എഴുതിയെടുക്കുക. ഓക്കെ, സോ ഇത്രയാണ് ഈ ചാപ്റ്ററിലെ ബാക്ടീരിയൽ ഡിസീസ്. ഇനി ഇതിൽ പറയാൻ പോകുന്നത് വൈറൽ ഡിസീസസ് ആണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ ഈ ക്ലാസ്സിൻ്റെ വർക്ക് നമ്മൾ ആ 3 ടേബിൾ വരയ്ക്കുക. ഒപ്പം ഈ ടേബിളും കംപ്ലീറ്റ് ചെയ്ത് നോട്ടിലോട്ട് എഴുതുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ച് ക്ലിയർ ചെയ്യാം. താങ്ക് യു മൈ സ്റ്റുഡൻസ്. ഹാവ് എ നൈസ് ഡേ.